റമദാനിൽ നോമ്പ് നോൽക്കുമ്പോൾ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സംശയമാണ് എങ്ങനെ മരുന്നെടുക്കണം, അതിലെന്തൊക്കെ വ്യത്യാസം വരുത്തണം എന്നുള്ളത്. അതിൽ നിങ്ങൾക്കും സംശയമുണ്ടോ? നോമ്പ് നോൽക്കുമ്പോൾ പ്രമേഹ രോഗമുള്ളവർ അവരുടെ മരുന്നെടുക്കുന്നതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഇത് ഹൈപ്പോഗ്ലൈസീമിയ, അതായത് പഞ്ചസാരയുടെ രക്തത്തിലെ അമിതമായ കുറവ് നിയന്ത്രിക്കുവാനും നമ്മുടെ ഊർജം അതുപോലെ തന്നെ നിലനിർത്തുവാനും സഹായിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു മരുന്നാണ് മെറ്റ്ഫോർമിൻ എന്ന് പറയുന്നത്. ഇത് ഒരു നേരം കഴിക്കുന്നവരാണെങ്കിൽ രാത്രി ഭക്ഷണത്തിന് ശേഷവും, 2 നേരം കഴിക്കുന്നവരാണെങ്കിൽ രാവിലെ അത്താഴത്തിന് ശേഷവും രാത്രി നോമ്പ് തുറന്നതിന് ശേഷവും കഴിക്കുന്നതാണ്. ഇത് 3 ഡോസ് ആണെങ്കിൽ ആദ്യത്തെ ഡോസ് രാവിലെ അത്താഴത്തിന് ശേഷവും, 2ാമത്തെ ഡോസ് നോമ്പ് തുറന്നതിന് ശേഷവും, 3ാമത്തെ ഡോസ് അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് ശേഷവും കഴിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറിയിൽപ്പെട്ട ഒരു മരുന്നാണ് സൾഫോണൈൽ യൂറിയാസ്, ഗ്ലിമിപറൈഡ്, ഗ്ലിപ്പിസൈഡ്, ഗ്ലിബെൻക്ലമൈഡ്. ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഡോസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു കാറ്റഗറിയിൽപ്പെട്ടതാണ് ഡാപ്പാഗ്ലിഫോസിൻ, ലിനാഗ്ലിപ്റ്റിൻ, എംപാഗ്ലിഫോസിൻ. ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കാണുകയും ആവശ്യമായ മാറ്റങ്ങൾ അതിൽ വരുത്തിയെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക.